ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പി സി. പുതിയ പി സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പി സി ബിൽഡ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുകയാണ്. ബിൽഡ് ചെയ്തിട്ട് അറൗണ്ട് 1.5 വർഷമാകുന്നുണ്ട്. എന്നെ വെച്ച് ഒന്നും കാമഡി പണ്ണല്ലേ. ഇതിനകത്ത് കുറേ കമ്പോണൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സൗത്ത് ബ്രിഡ്ജ് IC എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിനകത്ത് നമുക്കത് കാണാൻ പറ്റില്ല. നമ്മുടെ പഴയ പി സി ഉണ്ട്. ആ ഡെസ്ക്ടോപ്പ് മൊത്തത്തിൽ നമ്മളിപ്പം കളയാനുള്ള പരിപാടിയില്ല, കാരണം യൂസ് ഇല്ല, മൊത്തം ബോർഡെല്ലാം പോയതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് സൗത്ത് ബ്രിഡ്ജ് IC എന്താണെന്ന് കാണാം, നമുക്കത് നോക്കാം. സോ ഇതാണ് നമ്മളെ പഴയ ബോർഡ്. ഇത് ഒരു i3 2nd gen 3rd gen പ്രോസസ്സറിൻ്റെ മദർ ബോർഡാണ്, LG ബോർഡാണ്. ഈ ബോർഡിൻ്റെ റാം സ്ലോട്ട് നമ്മൾ കംപ്ലൈൻ്റ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ പിന്നൊക്കെ പോയി. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് വേറൊരു ബോർഡ് അതിന് ശേഷം വാങ്ങിച്ച്, ഇത് ഫോക്സിൻ്റെ ബോർഡാണ്. ഇതിനകത്ത് നമ്മൾ പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബോർഡും കാലക്രമേണ 2 വർഷം കഴിയുമ്പോൾ തീരെ ലൈഫില്ലാതെ അടിച്ചു പോയി. അങ്ങനെയാണ് നമ്മൾ പുതിയ പീസിലോട്ട് മാറിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് ബ്രിഡ്ജ് എന്നുള്ള സാധനം. അതായത് ഈ ഒരു ഹീറ്റ് സിങ്ക് ഒക്കെ വന്നേക്കണം. ഈ IC നമ്മളെ പ്രൊസസ്സർ പോലെ തന്നെ ഒരു IC ആണ് ഇതിനകത്ത്. പ്രൊസസ്സറിന് നമ്മൾ അതിനകത്ത് ബോർഡിലായിട്ട് ഒരു എന്താ പറയുക, അലുമിനിയം പോലത്തെ ഒരു സ്റ്റീൽ ഒരു പരിപാടി വരും, ഒരു ഷീൽഡ് പോലെ വരും. അതുകൊണ്ട് അതിനകത്ത് IC നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് നമുക്കത് കാണാൻ പറ്റും. പ്രൊസസ്സർ നമുക്ക് പിന്നീട് പൊളിക്കാം, അടുത്ത വീഡിയോയിൽ പൊളിക്കാം പ്രൊസസ്സർ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് നമുക്ക് ഇതാണ് സൗത്ത് IC എന്ന് പറഞ്ഞ സാധനം. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സർ, റാം, ഗ്രാഫിക് കാർഡ്, അതേപോലുള്ള കമ്പോണൻസിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ഇതിനെല്ലാം ഇൻ്റർ കണക്ട് ചെയ്യണത് ഇതുവഴിയാണ് ഇൻ്റർ ചെയ്യണത്. അപ്പോൾ അതാണ് ഈ ബോർഡിൻ്റെ IC. ഇത് ഇൻ്റൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അസൂസിൻ്റെ ബോർഡാണെങ്കിൽ അസൂസിനെ കൊടുക്കും. ഇപ്പോൾ ഫോക്സിന് വേറെ പലരും ബോർഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റേതായ ആൾക്കാരിൽ നിന്ന് ഈ IC വാങ്ങിച്ചാണ് ബോർഡിൽ ഫിക്സ് ചെയ്യണത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇളക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു ക്ലിപ്പ് വേണം. ഈ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് താഴോട്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇളകി വരും. ഇതാണ് സാധനം. ഇതാണ് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് അതിന് സ്റ്റിക്കറൊക്കെ ഉള്ളൂ കേട്ടോ, എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊസസ്സറിൻ്റെ ICയും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സൗത്ത് ബ്രിഡ്ജ് IC എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ സാധനം ഇളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഹീറ്റ് ബ്ലോവറും കാര്യങ്ങളൊക്കെ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഇളക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ പ്രൊസസ്സറോ അല്ലാതെ നമുക്ക് ഇളക്കാൻ പറ്റില്ല. ഇത് ഇതിനകത്ത് ഓൺ ബോർഡ് സോൾഡർ ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇപ്പോൾ നമ്മളെ പുതിയ ബോർഡിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത് മറ്റേ ക്ലിപ്പല്ല, ഇതേപോലത്തെ ഇവിടെ ഒരു സ്ക്രൂ പോലത്തെ ഒരു ടൈപ്പ് സാധനമാണ്. ഇതും കൂടെ നമുക്കൊന്ന് അടിച്ച് നോക്കാമായിരുന്നു. എന്തായാലും ഈ ബോർഡ് അടിച്ച് പോയതാണ്, ഇതും കൂടെ നോക്കാം. ജസ്റ്റ് ഹോൾഡ് ചെയ്യേ. ഓക്കെ, അപ്പോൾ ഇത് മറ്റേതുപോലെയല്ല, ഇത് കുറച്ച് പാടായിരുന്നു ഊരിയെടുക്കാൻ. ഓക്കെ, ഇതിനകത്ത് നമ്മളൊരു ഹീറ്റ് സിങ്ക്, ഇതാണ് നമ്മൾ അലുമിനിയം ഹീറ്റ് സിങ്കാണ്. ഇതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ട്, ഒരു റബ്ബർ ടൈപ്പ്, നമ്മളിപ്പോൾ SSDയിലൊക്കെ വരുമ്പോഴത്തെ ടൈപ്പ് സാധനമാണ്. ഇതാണ് ഇതിനകത്ത് പറഞ്ഞ സൗത്ത് ബ്രിഡ്ജ് IC എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനകത്തുള്ള i3 പ്രോസസ്സറിനെ മൊത്തത്തിൽ പൊളിക്കാം. പ്രോസസ്സർ വർക്കിംഗ് ആണ്, പക്ഷേ യൂസ് ഇല്ല, കാരണം വളരെ ബേസിക് പ്രോസസ്സറാണ്.